Hi, hello. Welcome all to Nisha's Online Academy. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? BCom 6th സെമസ്റ്ററിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 3 പാർട്ടാണ്, നിങ്ങൾക്കറിയാം. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസിന് 3 മാർക്കുകൾ വെച്ചിട്ടാണ് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ അനാലിസിസിൽ നല്ല 3 സെൻറ്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. സോ യു ക്യാൻ റൈറ്റ് മോർ ദാൻ ദാറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതുന്നതാണ് ആബ്സല്യൂട്ട് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ വെച്ചാൽ എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൂടുതൽ എഴുതാനൊക്കെ പറ്റും കൂടുതൽ. സോ നമുക്ക് വേഗം തുടങ്ങാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണണം. അതിന് ടൈം കണ്ടെത്തണം, കാരണം ഇത് റിവിഷൻ ടൈമാണ്. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് ഓഡിറ്റിംഗ് എന്നുള്ളതുണ്ട്. ഓഡിറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും എക്സാമിന് ഉറപ്പാണല്ലോ, വാട്ട് ഈസ് ഓഡിറ്റിംഗ് എന്നുള്ളത്. സോ അവിടെ നമ്മൾ പറയേണ്ടത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഒരു ആൻസറിൽ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാരണം എന്തിനാണ് ഓഡിറ്റിംഗ്, എന്താണ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വെറുതെ പുസ്തകം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണ പോലെയല്ല. നമ്മൾ വെറുതെ പുസ്തകമൊക്കെ എടുത്തു, ഇടയ്ക്കൊന്ന് പുസ്തകം നോക്കി, പിന്നെ വേറെ വല്ലപ്പോഴും നോക്കി, ഒരു 2 മാസം കഴിഞ്ഞ് നോക്കി. ദിസ് ഈസ് നോട്ട് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഉണ്ടാവും. അതായത് ഒരു ഓർഡർ ഉണ്ടാവും. എക്സാം ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ടാവും. എന്താ സിസ്റ്റമാറ്റിക്? എന്താ എക്സാമിൻ ചെയ്യുന്നത്? ബുക്സ് ഓഫ് റെക്കോർഡ്സ് അല്ലേ? ഇനി അതാരാ ചെയ്യുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. അതായത് നമ്മളെ കമ്പനിയോ നമ്മളോ ആയിട്ട് വ്യക്തിപരമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഹസ്ബൻഡ് കമ്പനിയുടെ വൈഫ് ഓഡിറ്റ് ചെയ്യുക ഒന്നും നടക്കില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം ടു വെരിഫൈ ദി ആക്യുറസി. എന്തിനാണ് അവർ ചെയ്യുന്നത്? ആക്യുറസിയും റിലയബിലിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ ലക്ഷ്യം ഇത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതാണ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എന്താ പറയേണ്ടത്? ഇത് ട്രൂ ആണ്, ഇതിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ട്രൂത്ത് ആണ്, ഇത് ഫെയർ ആണ്, ഇത് വിശ്വസിക്കാൻ ഫെയർനെസ് ഉണ്ട് ഇത് എന്നുള്ളത്. അതായത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ തെറ്റും ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഫെയർ ആൻഡ് ട്രൂ. പക്ഷെ ചില സമയത്ത് നമുക്ക് പിന്നെയും തെറ്റുകൾ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓഡിറ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ അതിന് ഒരു സൈനും സീലും വെക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് റിലയബിൾ ആണ്, ഇതിൽ ട്രൂ ആൻഡ് ഫെയർനെസ് ഈ അക്കൗണ്ട്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ആക്യുറസി ഉണ്ട് എന്നാണ് പറയുന്നുള്ളൂ. അല്ലാണ്ട് 100% ഇത് എറർ ഫ്രീ ആണെന്നൊന്നും പറയുന്നില്ല. സോ വാട്ട് ഈസ് ഓഡിറ്റിംഗ്? Auditing is a systematic examination of books of accounts and records of a business. പിന്നെ എന്താ പറയുക? It is done by an independent person എന്ന് പറയാം അല്ലേ? It verifies the accuracy and reliability. The main aim പറയാം എന്താ? Truth and fairness of financial statement. നോക്കൂ, സിമ്പിൾ ആയിട്ട് സെൻറ്റൻസുകൾ എഴുതാൻ ശ്രമിക്കുക എപ്പോഴും. അപ്പോൾ നമ്മൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമ്മളെ സംബന്ധിച്ച് കുറേ വലുതാക്കി എഴുതിയിട്ട് ഫുൾ എക്സാമിന് സമയം കിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് വേർഡ്സ് നമ്മൾ നോക്കേണ്ടത്? ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ, അതേപോലെ തന്നെ ട്രൂ ആൻഡ് ഫെയർനെസ് എന്നൊക്കെ എഴുതണം. ഓക്കെ, ഗ്രീൻ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ചാനലിലേക്ക് പോയിക്കോളൂ. അപ്പോൾ അതിൽ ഞാൻ ഈ നോട്ട്സ് അതിൽ ഇട്ട് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ഗ്രീൻ ഗവർണൻസ് ഇൻ ഓഡിറ്റിംഗ്? ഒരു ചോദ്യമായിരുന്നു അതിൽ. ഗ്രീൻ എല്ലാ 15 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൽ വരേണ്ട ഒരു വേർഡാണ് സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എല്ലാ കമ്പനിക്കാരും അസോസിയേഷൻസും ഇപ്പോൾ എന്താണ് ഭയങ്കര എൻവയൺമെൻറ്റൽ ലോസിന് കംപ്ലൈ ചെയ്തിട്ടാണ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. ഇങ്ങനെ തന്നെ എഴുതൂ, ദർ ആർ മെനി എൻവയൺമെൻറ്റൽ ലോസ് പ്രിവെയിലിംഗ് ഇൻ ദി കൺട്രി. Every company or firm is doing their activities complying this law. എല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാൻ പറ്റില്ല അല്ലേ? ദർ ആർ എൻവയൺമെൻറ്റൽ ലോസ്. ഇവിടെ ഇടണം അവിടെ ഇടണം അതല്ലേ നമ്മൾ ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കണം. ദർ ആർ സർട്ടൻ ലോസ്. നമ്മളത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഈ ഹരിതകർമ്മസേന വരുമ്പോൾ ഇവിടുന്ന് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടാവും, അപ്പോൾ അവിടെ കണക്ക് എഴുതി വെക്കുന്നുണ്ടാവും. സോ ഗ്രീൻ ഗവർണൻസ് ഓഡിറ്റിങ്ങിൽ എന്താണ്? ഈ ഗ്രീൻ പ്രാക്ടീസസിന് വേണ്ടി കമ്പനികളോ ഫേമോ ചെലവാക്കുന്ന കോസ്റ്റുകൾ കൃത്യമാണോ,
അത് അവർ കൃത്യമായി ചെയ്തിട്ട് അവരുടെ കയ്യിൽ ബില്ലുണ്ടോ, ചിലപ്പോൾ ലക്ഷങ്ങൾ 10,000 എഴുതിയിട്ടുണ്ടാവും വലിയ വലിയ കമ്പനികൾ, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ അത് നോക്കുക എന്നുള്ളതാണ് ഗ്രീൻ ഗവർണൻസ് എന്ന് പറയുന്ന ഇതിൽ ഓഡിറ്റർ ചെയ്യുന്നത്. സോ എന്താ അവർ നോക്കുക, എൻവയൺമെൻറ്റൽ കോസ്റ്റ്, സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഒക്കെ അതിൽ കാണിച്ച് അതിൽ വരവും ചെലവും ഉണ്ടോ എന്ന് നോക്കി അതെന്ത് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. സോ അതാണ് ഗ്രീൻ ഗവർണൻസ്. ഇനി എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം? ഓഡിറ്റ് പ്രോഗ്രാം ക്വസ്റ്റ്യനിലെ കീ വേർഡ് എന്താണ്, ആൻസറിലെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ അതിലെ കീ വേർഡ് എന്ന് പറയുന്നത് റിട്ടൺ പ്ലാൻ. Audit program is a written plan of audit procedures. Audit procedures ന്റെ ഒരു written plan ആണ്. So എന്താ procedures? How to start the work? What are the responsibilities to be given to the audit staff? How systematic and efficiently we can complete the audit work? നമുക്ക് എത്ര ദിവസം നമ്മുടെ ഓഡിറ്റിന് എടുക്കും, നമ്മൾ ആർക്ക് ഏതൊക്കെ വർക്കാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുക. അപ്പോൾ റിട്ടൺ പ്ലാൻ ആണ് കേട്ടോ, വെറുതെ സംസാരിക്കുന്നതല്ല. ഓഡിറ്ററിങ് അത് റിട്ടൺ ആയിട്ട് എഴുതും, ഒരു പ്ലാൻ ഉണ്ടാക്കും അയാൾ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്ലാൻ ഉണ്ടാക്കും. സോ റിട്ടൺ പ്ലാൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് എറർ ഓഫ് കമ്മീഷൻ? അതായത് റോങ് എമൗണ്ടുകൾ എഴുതുക, റോങ് അക്കൗണ്ട്സിൽ കൊണ്ടുപോയി എഴുതും, റോങ് പോസ്റ്റിങ്സ്. ഇപ്പോൾ റോങ് എറർ എന്ന് പറഞ്ഞാൽ എന്താ, റോങ് എന്നാണ് വേർഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ റോങ് എന്തൊക്കെയാണ്, എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് എഴുതാം. 1000 എഴുതേണ്ടടുത്ത് 10,000 എഴുതിപ്പോയി, കണക്കൊക്കെ എഴുതിപ്പോയി. സോ അപ്പോൾ ഓഡിറ്റർ പറയും ദർ ഈസ് എൻ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ എറർ ഓഫ് കമ്മീഷൻ എന്താ, റോങ് അക്കൗണ്ട്സിൽ, പർച്ചേസസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി എഴുതേണ്ടത് കൊണ്ടുപോയിട്ട് സെയിൽസിൽ കൊണ്ടുപോയി എഴുതി എന്ന് വിചാരിച്ചോളൂ. സോ അതെന്താണ്, ദാറ്റ് ഈസ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഓഡിറ്റിംഗ്? ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആ കീ വേർഡ് ഏതാ, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ എന്നുള്ളതാണ് കീ വേർഡ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് വാട്ട്? എന്താ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ചെയ്യുക? ഓഫ് അക്കൗണ്ട്സ്. അല്ല, എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ സ്പെസിഫിക് പർപ്പസ്. നമുക്കൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഓഡിറ്റർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, എക്സാമിനേഷനാണ് എന്ത്, ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു discover the facts and frauds, the facts such as fraud or financial position. ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയുണ്ട്, വല്ല കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോലീസുകാർ ചെയ്യുന്നത് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ലേ, അതന്നെ വേർഡ്. സോ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ, അപ്പോൾ ഫാക്ട്സുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം, അതിനെയാണ്, അത് റുട്ടീനായിട്ട് ചെയ്യണം അല്ലേ, ആ റുട്ടീൻ പ്രോസസ്സിൽ അതുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ്, എന്താണ് അവിടെ വന്നത്, വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്ടിവിസം എന്ന് പറയുന്നത്? അതായത് ദി ആക്ഷൻസ് ടേക്കൺ, കീവേഡ് ആക്ഷൻസ് ടേക്കൺ ബൈ ദി ഷെയർ ഹോൾഡർ ടു ഇൻഫ്ലുവൻസ് ദി കമ്പനി മാനേജ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ചില ആക്ഷൻസ് ഒക്കെ ചെയ്യും, അതായത് അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളും മീറ്റിങ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ അവർ ചില ആക്ഷൻസുകൾ എടുക്കും ടു ഇൻഫ്ലുവൻസ് ദി കമ്പനീസ് മാനേജ്മെൻറ്റ്. അങ്ങനത്തെ ഉള്ള അതിനെയാണ് എന്ത് പറയുക, ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് മേ ഡിമാൻഡ് ചേഞ്ചസ് ഇൻ പോളിസീസ്, ഗവർണൻസ്. ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞു നമ്മൾ ആ പോളിസി മാറ്റിയത് കൊണ്ട് നമുക്ക് ഒരു 10 ലക്ഷം രൂപ ചിലവായി. ഇങ്ങനെ അവിടെ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പെട്ടെന്ന് ഒരു 10 ലക്ഷം കാണുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്ഷൻസ് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കമ്പനി മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ ആക്ടിവിസം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ്? ഇനി പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അതേ ആൻസർ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നാൽ മതി. എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുക, കണ്ടോ, വീണ്ടും ട്രൂ ആൻഡ് ഫെയർ എന്നൊക്കെ, അതില്ലാത്തൊരു വേർഡ് ഇല്ല ഓഡിറ്റിങ്ങിൽ. സിസ്റ്റമാറ്റിക് എന്താണ്, എക്സാമിനേഷൻ ആണ് അതിൽ ഉണ്ടാവുക, ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്, കറക്റ്റ്നെസ് ആണ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓഡിറ്റ് ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ക്രെഡിബിൾ ആണ്, വിശ്വസിക്കാം. ആൻ ഓഡിറ്റഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇസ് ക്രെഡിബിൾ ആൻഡ് റിലയബിൾ എന്ന് നമ്മൾ പറയും, വേർഡൊക്കെ ഉപയോഗിക്കും കേട്ടോ, വിശ്വസിക്കുക, റിലയബിൾ. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് മിസ്അപ്രോപ്രിയേഷൻ എന്താ, ഓഡിറ്ററുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കൊക്കെ വന്ന് നോക്കും, കാര്യങ്ങളൊക്കെ നോക്കും, നമുക്ക് FDs ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കും. ഓഡിറ്റർ അളവിടും, നമ്മുടെ ഓഫീസിലേക്ക് വരും, ഓഡിറ്റാണ് തിരക്കാണെന്നൊക്കെ കേട്ടിട്ടില്ലേ.
സോ കാരണം ചിലപ്പോൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്നാണ്. അപ്പോൾ എന്താ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്? തെഫ്റ്റ് ഓർ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് കമ്പനി ഗുഡ്സ്. അതായത് കളവ് പോയി, ഓഡിറ്റിൽ എഴുതിയിരിക്കുകയാണ്, കണക്ക് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഇന്ന് ഗുഡ്സ് കളവ് പോയി, ഡാമേജ് ആയി, വെറുതെ എഴുതുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ വന്ന് അന്വേഷിക്കണം, നോക്കണം ഇവിടെ അപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടോ, അത് ഒന്ന് നോക്കണം. കാരണം ലക്ഷങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടോ, അപ്പോൾ പോലീസ് കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ബുക്സിലൊക്കെ അത് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് കമ്പനി ഗുഡ്സ്, ഇറ്റ് മേ ഒക്കർ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റോക്ക് റെക്കോർഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ മാറ്റി, ഇക്കൊല്ലത്തെ ക്ലോസിംഗ് ആണ് അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ്, ഇക്കൊല്ലത്തെ ക്ലോസിംഗ് 1 ലക്ഷം, അടുത്ത കൊല്ലം അത് ഓപ്പൺ ചെയ്തത് 2 ലക്ഷത്തിലാണ്. മിസ്അപ്രോപ്രിയേഷൻ. ഓക്കെ, സോ അതൊക്കെ ശരിക്കും കാരണം കമ്പനിയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഓഡിറ്റ് ചെയ്യും ആദ്യം, എക്സ്റ്റേണൽ ഓഡിറ്റിന് കൊടുക്കുന്നതിന് മുമ്പ് വലിയ വലിയ കമ്പനീസ്. സോ അതാണ് ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനൊക്കെ പറ്റും. സോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചേഴ്സിൽ ഒരു വെറൈറ്റിയാണ് ഡെഫേർഡ് റവന്യൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡെഫേർഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള വേർഡ് ആലോചിക്കുക, മനസ്സിൽ വിചാരിക്കുക. എന്താണെന്ന് വെച്ചാൽ ചില എക്സ്പെൻസസ് വി കനോട്ട് അലോക്കേറ്റ് ഇറ്റ് ടു എ വൺ പെർട്ടിക്കുലർ ഇയർ. അതായത് ഏറ്റവും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഞാൻ നല്ലൊരു എക്സാമ്പിൾ എപ്പോഴും ഉപയോഗിക്കാറ്, നമ്മൾ ഉദ്ഘാടനത്തിന് കൊടുത്ത പൈസ, നമ്മളൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നു, കോടികൾ നമ്മൾ കൊടുത്ത് നമ്മൾ ഉദ്ഘാടനം നടത്തി. ഈ 1 കോടി ദിസ് ഇസ് ആൻ ഇനോഗ്രൽ എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസസിൽ പെട്ടതാണ്. ഇത് നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് എന്നൊക്കെ അതിന് പറയും. ഇത് നമുക്ക് ഇക്കൊല്ലത്തെ അക്കൗണ്ട്സിൽ ഈ 1 കോടി എക്സ്പെൻസ് എഴുതിയ വൻ നഷ്ടമായിരിക്കില്ലേ? അപ്പോൾ ചില എന്നാൽ കാരണം ഈ വർഷത്തേക്ക് മാത്രമാണോ അതിൻ്റെ ഗുണം? ആ ബ്രാൻഡ് ആ വ്യക്തി വന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഭാവം കുറച്ച് കാലങ്ങൾ നിൽക്കും. അപ്പോൾ ചില എക്സ്പെൻസസിൻ്റെ ഇൻഫ്ലുവൻസ് കുറച്ച് കാലം നിൽക്കും. അപ്പോൾ അത് ആ ഓരോ കുറേശ്ശെ എഴുതുക, എക്സ്പെൻസസ് എഴുതുക. അപ്പോൾ ആ 1 കോടി ഒറ്റ കൊല്ലത്തേക്ക് കൊടുക്കാതെ അതൊരു 10 കൊല്ലത്തേക്ക് വീതിക്കൂ, ഡിവൈഡ് ചെയ്യൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കതിനെ ഓരോ കൊല്ലം കുറേശ്ശെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതില്ലാണ്ടാവും. അപ്പോൾ ഒരു എക്സ്പെൻസസിനെ 1 പെർട്ടിക്കുലർ ഇയറിലേക്ക് കൊടുക്കാതെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഡിഫറെൻറ്റ് പീരിയഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തു പറയും? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. കണ്ടോ, എക്സ്പെൻഡിച്ചർ ബിയോണ്ട് 1 അക്കൗണ്ടിങ് ഇയർ. ഒരു കൊല്ലത്തേക്ക് ആ എക്സ്പെൻഡിച്ചർ നിൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒറ്റ കൊല്ലം കൊണ്ട് തീർത്തു. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, ഒരു സാധാരണ അഡ്വർടൈസ്മെൻറ്റ്, ഒരു ഓഫർ, ദീപാവലി ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. അത് ആ ഒരു കൊല്ലത്തേക്ക്, ആ ഒരു സമയത്തേക്കേ നിൽക്കുള്ളൂ, അതിൻ്റെ പ്രഭാവം അടുത്ത കൊല്ലത്തേക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എ റവന്യൂ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പെൻഡിച്ചർ, ഒരു ബ്രാൻഡ് അംബാസഡറിനെ കൊണ്ടുവന്നു, കോൺട്രാക്ട് സൈൻ ചെയ്തു, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതും 4 കൊല്ലത്തേക്കാണ് എഴുതിയിരിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഡിവൈഡഡ് ടു 4 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി സർപ്രൈസ് ചെക്സ്. ചില സമയത്ത് വീഡിയോ ചിലപ്പോൾ കൂടുതലാവാം, മണിക്കൂറുകൾ കൂടി വരാം. കാരണം ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ 15 ക്വസ്റ്റ്യൻസും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. വാച്ച് ചെയ്യണേ വീഡിയോ. സർപ്രൈസ് ചെക്സ്, ഇതൊന്നും ചോദിക്കേണ്ട അല്ലേ, പറയാനേ പ്രത്യേകിച്ച് അതിൽ തന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട് സർപ്രൈസ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ അതിന് എന്താ ഒരു വാക്ക്? സർപ്രൈസ് ചെക്ക് നമുക്കറിയാം, പെട്ടെന്ന് വന്ന് ചെക്ക് ചെയ്ത് പോവാം. പക്ഷെ ഇംഗ്ലീഷിൽ അവിടെയാണ് ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എപ്പോഴും വരാം. അൺഅനൗൺസ്ഡ് ഇൻസ്പെക്ഷൻസ്, പറയാതെയുള്ള ഇൻസ്പെക്ഷനെയാണ്, ആ വേർഡ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അൺഅനൗൺസ്ഡ് ഇൻസ്പെക്ഷൻസിനെയാണ് എന്ത് പറയുക? സർപ്രൈസ് ചെക്ക് എന്ന് പറയുക. ഓഡിറ്റർ നടത്തും, പെട്ടെന്ന് വന്നിട്ട് സ്റ്റോക്ക്, കാരണം ഓഡിറ്റർ അത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൊടുക്കുന്നത്. ഈ അക്കൗണ്ട്സിനെ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഇത് ട്രൂ ആൻഡ് ഫെയർ ആണ്, ഇത് ആക്യുറസി ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അത് നല്ല, കാരണം അത് തെറ്റായി വന്നാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആർക്കുണ്ടാവും എന്നുള്ളതാണ്, ഓഡിറ്റർക്കും ഉണ്ടാവും. സോ അനൗൺസ് ചെയ്യാത്ത ഇൻസ്പെക്ഷനെ പറയുന്ന പേരാണ് സർപ്രൈസ് ചെക്ക്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പലപ്പോഴും നടത്തും, പ്രത്യേകിച്ച് നമ്മൾ വേറൊരു കമ്പനിയിൽ പോയി മെർജ് ചെയ്യുക, എക്വയർ ചെയ്യുക, നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ ലോൺസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരിക. ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളതാണ് പറയുക. വാട്ട് ഈസ് വൗച്ചിങ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റിങ്ങിൽ വൗച്ചിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കില്ല. വൗച്ചിങ് ഈസ് ദ എന്താ വൗച്ചിങ്? നമ്മൾ ബില്ലും റെസീറ്റും ഒക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ?
കുറേ നമ്മളൊരു ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു കുട്ടിക്ക് ഒരാൾക്ക് ഒരു ചെലവ് ചെയ്തു. ആ ചെലവ് ഒരു 10,000 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ ഉടനെ എന്തെഴുതണം? ആ എക്സ്പെൻഡിച്ചർ എഴുതണം, ഒരു വൗച്ചറിൽ എഴുതണം. ഓക്കെ, വൗച്ചിങ് ഈസ് ദ അപ്പോൾ ആ വൗച്ചറിനെ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വൗച്ചിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വൗച്ചിങ്? Vouching is the examination of documentary evidence supporting transactions. ഒരു ഗാർഡനറെ വിളിച്ചു, നമ്മുടെ കമ്പനിയിലേക്ക് ഒരു ഗാർഡനറെ വിളിച്ചു, അയാൾക്ക് കൂലി കൊടുത്തു. വൈകുന്നേരമായപ്പോൾ അയാൾക്ക് 1000 രൂപ കൂലി കൊടുത്തു. അയാൾ മേടിച്ചു പോകുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഒരു വൗച്ചർ അയാളെ കൊണ്ട് എഴുതിപ്പിക്കണം, എന്നിട്ട് നമ്മൾ അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. 1000 രൂപ കൊടുത്തോളൂ. അപ്പോൾ ഓഡിറ്റർ ചെക്ക് ചെയ്യും. ഗാർഡനിങ് എക്സ്പെൻസസിൽ ആ ഗാർഡനർക്ക് കൊടുത്ത വൗച്ചേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? അപ്പോൾ വൗച്ചിങ് എന്ന് പറയുന്നത് എക്സാമിനേഷനാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിനെ നോക്കുന്നതാണ് എന്ത്? വൗച്ചിങ് എന്ന് പറയുന്നത്. റെസീറ്റുകൾ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. സോ ഡോക്യുമെന്ററി എവിഡൻസസിനെ നോക്കുന്നതാണ് എന്ത്? വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. What are the different types of audit reports? Very good question. What are the different types of audit report? Qualified, unqualified, adverse, disclaimer reports എന്ന് നമ്മൾ പറയും അല്ലേ? അതായത് an unqualified report indicates true and നമുക്ക് കേൾക്കുമ്പോൾ ഏറ്റവും നല്ല റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. നമ്മൾ ടൈപ്സ് എഴുതുമ്പോൾ ആദ്യം അൺക്വാളിഫൈഡ് എഴുതും. കാരണം ഒരു വ്യത്യാസവും വരുത്തിയില്ല, ഇത് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയാണ് ചെയ്യുന്നത്. സോ അതെന്താണ്? അല്ല, അയാൾ അവിടെ എഴുതാണ് there is a discrepancy in the stock, closing stock എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നോട്ട് ചെയ്തോ ആ റിപ്പോർട്ടിനെ നമ്മൾ എന്ത് പറയും? ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അഡ്വേഴ്സ് റിപ്പോർട്ട്സുകളുണ്ട്, ഡിസ്ക്ലെയിമർ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പം നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളിനി 5 മാർക്സ് 6 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റിപ്പോർട്ടും ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസിന് 3 റിപ്പോർട്ട്സ് എഴുതൂ. ഇതിലെ ഏറ്റവും നല്ല ഫെയർ റിപ്പോർട്ട് എന്ന് പറയുന്നത്, നല്ല പോസിറ്റീവ് റിപ്പോർട്ട്, അടിപൊളി റിപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടിനെയാണ് പറയുക. അതർ റിപ്പോർട്ട്സ് ആർ ഇഷ്യൂഡ് വെൻ ദർ ആർ റിസർവേഷൻ ആൻഡ് ലിമിറ്റേഷൻസ്. നമുക്ക് എന്തെങ്കിലും അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ മറ്റ് റിപ്പോർട്ട്സ് ആയിട്ടാണ് അതിനെ പറയുക. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് പെർഫോമൻസ് ഓഡിറ്റ്? പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഉണ്ടോ? ദ പെർഫോമൻസ്, അതായത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ വെദർ ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളോട് അഭിപ്രായം പറയൂ. വെദർ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് അതിലുണ്ടോ? ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നു, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ, നോ ഫൈനാൻഷ്യൽ ഇതൊന്നുമല്ല. അതേസമയം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം? എക്സാംസ് കുറച്ചും കൂടിയും ചിലപ്പോൾ ഈസി ആയി വരും എന്ന് വെച്ചാൽ. സോ അങ്ങനെ ആയാൽ ഞാൻ പറയും എൻ്റെ വർക്കിൽ എഫിഷ്യൻസിയും ഉണ്ട്, ഇഫക്റ്റീവ്നെസ്സും ഉണ്ട്. So it evaluates the efficiency and effectiveness of operation. It examines, അതെന്താ എക്സാമിൻ ചെയ്യുന്നത്? whether resources are used economically. It focus on improving organizational performance. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ചാനൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. സോ അത് ഞാൻ ഇക്കോണമിക്കലി യൂസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ഞാൻ ടാബ് വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ വാക്വം ഇതിൽ വെച്ചിട്ടായിരിക്കാം ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഇക്കോണമിക്കലാണോ എന്നുള്ളതാണ് നോക്കണം. സോ റിസോഴ്സസിനെ ഇക്കോണമിക്കലി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് വൺ, വാട്ട് ഈസ് എംബെസൽമെൻറ്റ് ഓഫ് ക്യാഷ്? നല്ല കേൾക്കുമ്പോൾ അങ്ങനെ സ്റ്റൈലല്ലേ, കാണാനില്ല, പൈസ കാണാനില്ല. അതാണ് എംബെസൽമെൻറ്റ് ഓഫ് ക്യാഷ് ക്യാൻ ഒക്കർ ബൈ സപ്രസിങ് ക്യാഷ് റെസീറ്റ്സ്. ക്യാഷ് കാണാനില്ല എന്ന് പറയില്ലേ നമ്മൾ, എവിടെയോ ഒരു സപ്രസ് ചെയ്തു. ക്യാഷ് റെസീറ്റ്സ് എവിടെയോ, സോ എവിടേക്കോ നോക്കിയപ്പോൾ സപ്രസിങ് ക്യാഷ് റെസീറ്റ്സ്, അതായത് ഫാൾസ് പേയ്മെൻറ്റുകൾ. പിന്നെ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ റെസീറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കണ്ട, ഡോണ്ട് ഷോ റെസീറ്റ്സിനെ, ഡോണ്ട് ഷോ. ഇനി വേറൊരു വഴി എന്താ?
എക്സ്പെൻഡിച്ചറിനെ എന്ത് ചെയ്യുക, കൂട്ടി കാണിക്കുക. എക്സ്പെൻസ് ഹൈ. ഇതൊക്കെ എന്തിന് റീസൺസ്, ഇതൊക്കെ എന്താ ചെയ്ത്, ദീസ് ഓൾ ലീഡ് ടു സപ്രസിങ് ക്യാഷ്. ഇതിനെയാണ് എന്ത് പറയുക, എംബസൽമെന്റ് ഓഫ് ക്യാഷ് എന്നാ പറയുക. അപ്പോൾ സപ്രസിങ് ദി ക്യാഷ് ബൈ റെഡ്യൂസിങ് ദി റെസിറ്റ്സ് ഓർ ഷോയിങ് ഹൈ എക്സ്പെൻഡിച്ചർ മോശമാണ്. വീക്ക് ഇന്റേണൽ കൺട്രോൾ എവിടെയാണോ അവിടെ എംബസൽമെന്റ് ഓഫ് ക്യാഷ് സംഭവിക്കും എന്നുള്ളതാണ്. ഇതാണ് മാർച്ച് 2024 15 ക്വസ്റ്റ്യൻസ് 3 മാർക്സിന് വേണ്ടി ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. ഇപ്പം ഞാൻ ഓഡിറ്റിങ്ങിൽ ഇതേപോലെ തന്നെ ഞാൻ essay ക്വസ്റ്റ്യൻസും ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്ന മാർച്ച് 25 6 മാർക്ക് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എസ്സേയും ചെയ്തിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ വീഡിയോ ഫ്രണ്ട്സിനോട് കൂടിയും എന്ത് ചെയ്യാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, താങ്ക് യു.